ഫ്രണ്ട്സ്, ഈ ഇരിക്കുന്ന ഒരു സാംസങ്ങിൻ്റെ S23 അൾട്രയാണ്. ഈ ഒരു S23 അൾട്രയുടെ പ്രശ്നം നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്രാക്ക് ഈ ഒരു സൈഡിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്രാക്ക് വെച്ച് കസ്റ്റമർ അത്യാവശ്യം കുറച്ചാൾ ഉപയോഗിച്ചാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. എന്തായാലും ഗ്ലാസ് തന്നെയായിട്ട് മാറാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ ഒരു വർക്ക് അറ്റൻഡ് ചെയ്തേക്കുന്നതാണെങ്കിലും വിത്തൗട്ട് റിസ്കിൽ തന്നെയാണ്. ഈ ഒരു ഫോൺ അബ്രോഡ് ഫോണാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫോണിൻ്റെ വെസൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോർമൽ ഇന്ത്യയിൽ കിട്ടുന്ന ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ വെസലിനേക്കാളും ഈ ഒരു ഫോണിൻ്റെ വെസൽ കൂടുതലാണ്. പക്ഷേ നമ്മളിപ്പോൾ മാറാൻ പോകുന്ന ഗ്ലാസിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വളരെ ചെറിയൊരു വെസൽ വ്യത്യാസം ഈ ഒരു ഗ്ലാസ്സിനുണ്ട്. കാരണം ഇന്ത്യയിൽ കിട്ടുന്ന ഗ്ലാസ്സിന് അത് ഡിസ്പ്ലേക്കാണെങ്കിൽ ഈ ഒരു സൈസിലായിരിക്കും വെസൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഗ്ലാസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഒരു ഗ്ലാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്ലാസ് ഹൈബ്രിഡ് ഓസിയ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്ന ഒരു ഗ്ലാസ്സാണ്. എന്തായാലും ഈ ഒരു ഗ്ലാസ് മാറുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഫോൺ പക്ക പെർഫെക്റ്റ് കണ്ടീഷനിലേക്ക് തന്നെ വരും. നമുക്ക് ഏതായാലും ഈ ഒരു വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ S23 അൾട്രാനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോണിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ഇത്രയും ക്യാമറ തന്നെയാണ്. ഇത് എത്ര വട്ടം നമ്മളിത് ഊരുമ്പോഴും നമുക്ക് ഈ ഒരു ക്യാമറ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെ. ഇത്രയും പെർഫെക്റ്റായിട്ട് സാംസങ് ഇറക്കിയതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ ഏതാണെന്ന് ചോദിച്ചാൽ ആസ് എ ടെക്നീഷ്യൻ എനിക്കിത് പറയാൻ പറ്റും. കാരണം ഇത് S23 അൾട്രയുടെ ക്യാമറ അത്രയും ബെസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ചെറിയൊരു വാട്ടർ ഡാമേജിൽ പോലും ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ആകുന്നത് ഇതിൻ്റെ ഈ ഒരു 1x ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഗ്ലാസ് ചേഞ്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ സംഭവങ്ങളും ഫോണിൽ നിന്ന് നമ്മൾ ഊരണം. ബാറ്ററി എല്ലാ പാർട്സും തന്നെ നമ്മൾ ഊരി വെളി വെക്കണം. കാരണം നമുക്ക് ഏകദേശം ഒരു 100 ഡിഗ്രിയോളം ചൂടിലാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേനെ നമ്മൾ ഇറക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, പലപ്പോഴും പല S23 അൾട്ര യൂസേഴ്സിനും പറ്റുന്ന വലിയൊരു അബദ്ധമാണ് ഇതിൻ്റെ ബാക്കിലെ ഈ ഗമ്മ് മിക്കവാറും ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് പലരും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വാട്ടർ ഡാമേജ് എന്ന് ചെറിയ രീതിയിൽ വെള്ളം കയറിയാൽ പോലും ഈ ഗമ്മിൻ്റെ സൈഡിൽ കൂടി തന്നെ ഫോണിനകത്ത് വെള്ളം കയറും. അത് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ ഒരു സെക്ഷൻ വഴി, അതായത് ഈ ഒരു അടിയിലെ ഈ ഒരു സൈഡ് വഴി കൂടുതൽ കയറുന്ന ഡിസ്പ്ലേയുടെ അടിയിലേക്കായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നമുക്കിപ്പം ഒരുപാട് ഫോണുകൾ ഡിസ്പ്ലേക്കകത്ത് വെള്ളം കയറി ബ്ലാങ്ക് ആയിപ്പോയ കണ്ടീഷനിലൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പറയാൻ കാരണം, നമുക്ക് മാക്സിമം ഈ ഒരു പാനൽ ചെറുതായിട്ടാണെങ്കിൽ ലൂസായിട്ട് ഇരിക്കുകയാണെന്ന് ജസ്റ്റ് നഖം വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ സമയത്ത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോയോ കറക്റ്റായിട്ട് ഒന്നും കൂടി അഗൈൻ ഒന്ന് ഗമ്മി ചെയ്യിക്കാം. ഇതാണ് S23 അൾട്രയുടെ പവർഫുൾ ബോർഡ്. നമ്മൾ അങ്ങനെ എടുത്ത് സേഫായിട്ട് നമുക്ക് മാറ്റി വെക്കുകയാണ്. പിന്നുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ സേഫായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പം സ്ഥിരമായിട്ട് S23 അൾട്ര ഊരി തന്നെ നമുക്ക് S23 അൾട്രയുടെ ഊരുന്ന ഒരു ഇത് പാങ്ങ് നമുക്ക് അത്രയും എളുപ്പമാണ്. ഓക്കെ, അപ്പം ഇത്രയും കണ്ടീഷനാണ് നമുക്ക് ഗ്ലാസ് ചേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടത്. ഈ CC ബോർഡ് പ്രശ്നമില്ല. അതൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ S പെന്നും കാര്യങ്ങളെല്ലാം ഊരിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പൊട്ടലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒരു UV ടെമ്പേർഡ് ഗ്ലാസ്സാണ് അടുത്ത് നമുക്ക് ഒട്ടിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് ഇപ്പം ഗ്ലാസിൻ്റെ ബലം ഫുള്ളായിട്ട് തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് UV ടെമ്പേർഡ് ഗ്ലാസ് നമ്മൾ ഇത് പക്കയായിട്ട് തന്നെ ഒട്ടിക്കണം. ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പൊട്ടലിൻ്റെ ആ ഒരു, കാരണം ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു പേപ്പർ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്ന സമയത്ത് പ്രഷർ വ്യത്യാസത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേക്കും ബലം വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ മേ ബി ഡിസ്പ്ലേ ഡാമേജ് ആകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അതും വളരെ തിന്നായിട്ട് മാത്രമേ ഒട്ടിക്കത്തുള്ളൂ. കാരണം ഡിസ്പ്ലേക്കകത്ത് ഇറങ്ങാനുള്ള ഒരു സാധ്യതയൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യില്ല. കാരണം നമുക്ക് ജസ്റ്റ് ഒരു ബലം വേണം. ബലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡിസ്പ്ലേനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ UVയും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച ഡിസ്പ്ലേ ആണിത്. വളരെ വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് നമ്മുടെ മെഷീനിൽ വെച്ച് ഹീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഫ്രെയിമിൽ നിന്ന് ആദ്യം ഡിസ്പ്ലേ നമുക്ക് വെളിയിലാക്കണം. മെയിൻലി 3 കെമിക്കൽ യൂസ് ചെയ്താണ് ഇത് ഊരാറായിട്ടുള്ളത്. ഇത് മൂന്ന് പർപ്പസാണ് 3 കെമിക്കലിനും. എന്തായാലും കുറച്ചും കൂടി ഹീറ്റാണ്. ടെമ്പറേച്ചർ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കാണ്. കുറച്ചും കൂടി ഹീറ്റായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേനെ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൽ നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഈ ഒരു ഡിസ്പ്ലേനെ സംബന്ധിച്ചിടത്തോളം അത്രയും തിന്ന ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ
ഈ ഒരു ഫിലിം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നോർമലി ഉള്ളൊരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആകത്തില്ല, ഡിസ്പ്ലേ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഡിസ്പ്ലേ എന്നല്ല, ഏത് ഡിസ്പ്ലേ ആണെങ്കിലും ഗമ്മിൻ്റെ രീതി, ഉള്ളിലുള്ള ഗമ്മിൻ്റെ സ്റ്റൈലെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പത്തെ ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു ഇമേജ്, അതുപോലെ തന്നെ ഗം എങ്ങനെയാണ് വരുന്നത്, ഏത് ടൈപ്പ് ഗമ്മാണ്, ആ ഗമ്മ് ഏത് കെമിക്കൽ ഇട്ടാലാണ് റിമൂവ് ആകുന്നത്, അതുപോലെ തന്നെ എത്ര ടെമ്പറേച്ചറിലായിരിക്കും റിമൂവ് ആകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫ്രെയിമിൽ നിന്ന് ഇളക്കുന്നത് ഭയങ്കര പാടായിട്ട് മാറും. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫ്ലെക്സ് ബോണ്ടിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ വേറെ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് ഈ മോഡൽ എല്ലാ ഫോണുകളും നമുക്ക് ഫ്രെയിമിൽ നിന്ന് ഇറക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കെമിക്കലിനെ കുറിച്ചും ഈ ഒരു ടെമ്പറേച്ചറിനെ കുറിച്ചും ഇതിനകത്തുള്ള ഗമ്മിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ 2 ടൈപ്പ് കെമിക്കലാണ് ഇപ്പോൾ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം മനസ്സിലാവും. ഈ ഒരു ഫോണ് ഓൾറെഡി ഇതിനു മുമ്പ് UV ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചിട്ടുള്ളൊരു ഫോണാണ്. കാരണം ഈ ഒരു UV ഇറങ്ങി വരുന്നത് ഇതിനകത്തുണ്ടായിരുന്ന പഴയ UV ആണ്. അപ്പോൾ ഈ ഒരു UV എന്നുള്ളത് ഇച്ചിരി ഡേഞ്ചറാണ്. കാരണം ഇങ്ങനെ UV ഒട്ടിക്കുന്ന ഒരു ഡിസ്പ്ലേനെ സംബന്ധിച്ചിടത്തോളം UV ഡിസ്പ്ലേക്കകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പം ബ്ലാങ്ക് ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇതിനു മുമ്പ് നമ്മുടെ ഈ പേജിലേക്ക് വീഡിയോസ് കാണുവാണെങ്കിൽ മനസ്സിലാവും UV ടെമ്പേർഡ് ഗ്ലാസ് എത്രത്തോളം ഡേഞ്ചറാണ് ഒരു ഫോണിനെന്നുള്ളത്. അത് UV ഒട്ടിക്കുന്നതിലല്ല പ്രശ്നം വരുന്നത്. UV ഒട്ടിക്കുന്ന സമയത്ത് ഈ സൈഡിൽ കൂടി എല്ലാം UVയുടെ ബ്ലൂ ഒലിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേക്കകത്ത് കയറും. ഇപ്പോൾ നമ്മൾ പോലും UV ഒട്ടിക്കുന്നുണ്ട്, പക്ഷേ കറക്റ്റ് എത്രത്തോളം കറക്റ്റ് അളവ് ഒരു സൈഡിലേക്ക് പോലും സ്പ്രെഡ് ആകാത്ത രീതിയിലാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. കാരണം UV ഒക്കെ ഒട്ടിക്കുന്നതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഒട്ടിക്കുവാണെങ്കിൽ UV ടെമ്പേർഡ് ഗ്ലാസ് അടിപൊളി ഗ്ലാസ് തന്നെയാണ്. ഈ ഒരു ഡിസ്പ്ലേനെ ഫ്രെയിമിൽ നിന്ന് പൊക്കാനായിട്ട് ഇതല്ലാതെ വേറൊരു മെത്തേഡ്സും ഇല്ല. ഇപ്പം കമ്പനിയിലാണെങ്കിൽ പോലും അവർക്ക് ഇത് പഞ്ച് ചെയ്ത് പൊക്കാനായിട്ടുള്ള ഇതുണ്ട്, പക്ഷേ അത് ഡിസ്പ്ലേ ഡാമേജ് ആക്കിക്കൊണ്ടായിരിക്കും പൊക്കുന്നത്. കാരണം ഗ്ലാസ് കട്ട് ചെയ്യുക എന്നുള്ളത്, അതായത് ഗ്ലാസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഊരുക അല്ലെങ്കിൽ ഡിസ്പ്ലേ ഊരി എടുക്കുക എന്നുള്ളത് ഒരു ഇച്ചിരി ടാസ്ക്കുള്ള പണി തന്നെയാണ്. കാരണം ഡിസ്പ്ലേ ഡാമേജ് ആകാതെ, എന്നാൽ ഡിസ്പ്ലേക്ക് ഒരു പ്രഷർ വരാതെ നമ്മളിത് ഊരണം. അപ്പോൾ ഇതിനകത്ത് എസ്പെൻറ്റിൻ്റെ സ്ട്രിപ്പുണ്ട്, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്ട്രിപ്പുണ്ട്. ഇതിനെല്ലാം എവിടെയാണ് ഈ ഒരു സ്ട്രിപ്പ് ഇരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. നമുക്ക് വളരെ വൃത്തിയായിട്ട് പക്കയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേനെ നമുക്ക് ഊരാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ ഗമ്മാണ്. ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഈ പാക്കിങ്ങിൻ്റെ ഗമ്മ് നമ്മൾ ഈ റിമൂവ് ചെയ്ത് കളഞ്ഞ ഈ ഗമ്മെല്ലാം നമ്മൾ രണ്ടാമതൊന്നും കൂടി ഒട്ടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് പക്കയായിട്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്ലാസ് കട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് കട്ട് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. ഈ ഒരു നൂല് കട്ട് ചെയ്യുന്നതിനകത്താണെങ്കിലും ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് മാത്രമാണ് പോളറൈസ് കാര്യങ്ങളൊന്നും ഡാമേജ് ആകാതെ ഇത്രയും പെർഫെക്റ്റായിട്ട് കട്ടാകുന്നത്. നോർമലി ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ് ചേഞ്ച് ചെയ്യുന്ന മെത്തേഡിൽ കട്ട് ചെയ്താൽ ഒരിക്കലും ഈ ഒരു എഡ്ജ് ഗ്ലാസ് ചേഞ്ചിങ് കട്ടിങ് പെർഫെക്റ്റ് ആകത്തില്ല. കാരണം അത് പോളറൈസിനെ കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു നൂല് വലിക്കുന്നതിനകത്താണെങ്കിലും ഈ നൂല് നമ്മൾ റൊട്ടേഷൻ, അതായത് എത്രത്തോളം പ്രഷർ ചെയ്ത് കട്ടാകണോ എന്നുള്ള കാര്യത്തിലാണെങ്കിലും ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഇല്ല. ഉണ്ടായാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കട്ട് ചെയ്തെടുത്ത ഗ്ലാസ്. ഇനി നമുക്കിത് കൈയോടെ തന്നെ ക്ലീൻ ചെയ്യണം. നമ്മൾ ഗമ്മും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും നേരം യൂസ് ചെയ്യാത്ത മൂന്നാമത്തെ കെമിക്കലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ക്ലീനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പോളറൈസറിൽ സ്ക്രാച്ച് വീഴാൻ, നമ്മളിപ്പോൾ യൂസ് ചെയ്ത 2 കെമിക്കലും പോളറൈസറിൽ സ്ക്രാച്ച് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ മൂന്നാമത്തെ ഈ കെമിക്കലിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. എന്തായാലും നമ്മുടെ ഡിസ്പ്ലേ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോർമൽ കേസ് നമ്മൾ എല്ലാ വർക്കും തീർന്ന് കഴിയുമ്പോഴായിരിക്കും ചെക്ക് ചെയ്യാറുള്ളത്. നോക്കിയോ, പക്ക പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റാണ്. നമുക്ക് ഈ ഒരു ഡിസ്പ്ലേക്ക് ഒരു ഡ്രോബാക്കോ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചം, ഈ ഒരു ഡിസ്പ്ലേക്ക് വേറൊരു പ്രഷർ വന്നിട്ടില്ല.
ഈ ഒരു ഡിസ്പ്ലേനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിസ്പ്ലേ നല്ല രീതിയിൽ നല്ല ലൈഫിൽ ഇത് ഓടാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളതാണ്. അപ്പം നമുക്കിനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇനി അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പണി. ഇത് നമുക്ക് ഇനി ഈ ഒരു ഗ്ലാസ് ഫുള്ള് ഇതൊന്നും കൂടി ഈ ഡിസ്പ്ലേ ക്ലീൻ ചെയ്തിട്ട് ഗ്ലാസ് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് അടുത്ത ഭാഗം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ചേഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് ഡിസ്പ്ലേ കാണുന്ന പോലെ തന്നെ പക്ക നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് പഞ്ച് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് നമ്മുടെ പാക്കിങ് നമുക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. ഈ പാക്കിങ് ഇട്ടാൽ മാത്രമേ ആ ഒരു പഴയ ആ ഒരു വാട്ടർ റെസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ S23 അൾട്രയുടെ ഗ്ലാസ് ചേഞ്ചിങ്ങിൻ്റെ വർക്കെല്ലാം നമ്മൾ തീർന്നിട്ടുണ്ട്. ഇതായിരുന്നു ഇതിൻ്റെ പഴയ ഗ്ലാസ്. ഈ ഒരു ഗ്ലാസ് നമ്മൾ പക്കയായിട്ട് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ചേഞ്ചിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ടച്ചും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം പക്ക പെർഫെക്റ്റ് ആണ്. അപ്പം ഇതുപോലെ ഏതെങ്കിലും എഡ്ജ് മോഡലോ അല്ലെങ്കിൽ ഗ്ലാസുകൾ കിട്ടാത്ത മോഡലോ അല്ലെങ്കിൽ റിസ്ക് ഉണ്ടെന്ന് പറയുന്ന മോഡലോ എന്ത് കേസാണെങ്കിലും നമ്മളെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. കാരണം നമുക്ക് എല്ലാ മൊബൈലിൻ്റെയും എല്ലാ സർവീസും നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ആണെങ്കിൽ പോലെ ഇതൊരു 2 hours കൊണ്ട് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാൻ പോകുന്നൊരു ഫോണാണ്. പിന്നെ ഏതെങ്കിലും ടെക്നീഷ്യന്മാർക്ക് ഈ ഒരു ഗ്ലാസ് ചേഞ്ചിങ്ങിൻ്റെ ഫുൾ ആൻഡ് ഫുൾ ട്രിക്സും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ചേഞ്ചിങ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമുക്കിവിടെ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്.